ഇതുവരെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ യു ഡി എഫിൻ്റെ സീറ്റുകളും എൽ ഡി എഫിൻ്റെ സീറ്റുകളും നിലനിർത്തി പോകുന്നത്. ഇവിടെ എൽ ഡി എഫിൻ്റെ ഒരു സീറ്റ് യു ഡി എഫ് പിടിച്ചെടുക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ അതിന് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ സൂചിപ്പിച്ച ഷൗക്കത്തിൻ്റെ കാര്യം. ഷൗക്കത്താണെങ്കിൽ ഞാൻ പ്രവർത്തിക്കും, എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ പ്രവർത്തിക്കും. പക്ഷേ അദ്ദേഹം ജയിക്കുമെന്നോ അല്ലെങ്കിൽ ഈ 30,000-40,000 വോട്ടിൻ്റെ പ്രവർത്തിക്കും, എന്താ സംശയം? യു ഡി എഫ് അങ്ങനെ തീരുമാനിച്ചാൽ. പക്ഷേ അദ്ദേഹം ജയിക്കുമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് 30,000-40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നോ എന്ന് എനിക്കതിൽ പറയാൻ കഴിയില്ല. എനിക്ക് പ്രവർത്തിക്കാനേ കഴിയൂ, എൻ്റെ ആളുകൾക്കും പ്രവർത്തിക്കാനേ കഴിയൂ. പക്ഷെ വോട്ട് ചെയ്യേണ്ടത് ജനങ്ങളാണ്. ഷൗക്കത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറയാം, അദ്ദേഹം നല്ലൊരു കലാകാരനാണ്, നല്ലൊരു എഴുത്തുകാരനാണ്, അദ്ദേഹം കഥ എഴുതുകയാണ്, അദ്ദേഹം കഥ എഴുതാൻ പോയിക്കോട്ടെ. ആ നല്ല അർത്ഥത്തിലാണ് ഞാനത് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഷൗക്കത്തിനെ നിർത്തിയാൽ ഞാൻ വോട്ട് ചെയ്യില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, അദ്ദേഹം രാഷ്ട്രീയത്തെക്കാളും സത്യത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള സാംസ്കാരിക മേഖലയിലാണ്. അതുകൊണ്ട് സാംസ്കാരിക മേഖലയ്ക്ക് അങ്ങനെ ഒരാൾ നഷ്ടപ്പെടാതിരിക്കാനും അദ്ദേഹത്തിന് കൂടുതൽ കഴിവുകൾ തെളിയിക്കാനുള്ള മേഖല അതായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനുള്ളൊരു ഇഷ്ടം കൊണ്ടത് പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ യു ഡി എഫ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയാൽ സ്വാഭാവികമായിട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച എനിക്ക് അതിനെ പിന്തുണയ്ക്കുകയല്ലാതെ സ്വാഭാവികമായിട്ട് അതിനെ പ്രവർത്തിക്കും. നമുക്ക് തർക്കമില്ലാത്ത കാര്യമാണ്.